മമ്മി ഒരു മണ്ടത്തരം കാണിച്ചു. പക്ഷെ ഡാഡി ഇത് നിർബന്ധമായിട്ട് തടയണമായിരുന്നു. നമ്മുടെ കമ്പനിക്കാരിയാ. മമ്മിക്കുള്ളതുപോലെ ഡാഡിക്കും അവകാശമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് മിത്രയെ നോമിനിയാക്കാൻ ഡാഡി സമ്മതിച്ചത്? അങ്കിൾ, ആന്റിക്ക് സൈനിങ് പവർ ഒഴിയണമെങ്കിൽ ഏറ്റവും നല്ല ചോയ്സ് അങ്കിളായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഡാഡിക്ക് മമ്മിയെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ല. അത് തന്നെയാ കാര്യം. നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടല്ലോ. ഈ ധൈര്യം എന്താ മമ്മിയുടെ മുമ്പിൽ കാണിക്കാത്തത്? ഞങ്ങൾ ചോദിച്ചല്ലോ. പേരിനൊന്ന് ചോദിച്ചു എന്ന് വരുത്തി. അല്ലാതെ പത്മയുടെ ശബ്ദത്തിന് മുന്നിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ശബ്ദം ഒന്ന് പൊങ്ങിയോ? ഇല്ലല്ലോ. അല്ല, ഈ ഒരു കാര്യത്തിനോട് മാത്രം പത്മയുടെ തീരുമാനത്തിനോട് നിങ്ങൾക്ക് എന്താ ഇത്ര എതിർപ്പ്? ഇതുവരെ ഈ വീട്ടിൽ പല കാര്യങ്ങളിലും പത്മ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നന്ദിനിയുടെ കാര്യത്തിൽ. അന്നൊക്കെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ അവളെ ദ്രോഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നു. നിങ്ങൾക്കിപ്പൊ പരാതി പറയാൻ യാതൊരു അവകാശവും ഇല്ല. ഡാഡിക്ക് ഇപ്പോഴും അതാണ് പ്രശ്നം. നന്ദിനിയുടെ കാര്യത്തില് ഞങ്ങൾ എതിര് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കണം അല്ലേ? അല്ല മക്കളെ, ഈ ന്യായവും നീതിയും എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് മാത്രം പൊട്ടിമുളയ്ക്കേണ്ടതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അത് എല്ലാ സമയത്തും പാലിക്കണം. അതില്ലാത്തവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഓ, ഡാഡിയോട് സംസാരിക്കണമെന്ന് തീരുമാനിച്ച സമയം തന്നെ വെറുതെയായി. അങ്കിൾ, ആന്റി പറഞ്ഞിരിക്കുന്നത് മിത്ര ഇന്ന് തന്നെ കമ്പനിയിൽ വരുമെന്ന. കമ്പനിയിൽ ആന്റിയുടെ സീറ്റിൽ വന്നിരുന്ന് മിത്ര പറയുന്ന കമന്റുകളെ എനിക്കനുസരിക്കാൻ പറ്റില്ല. അനുസരിക്കണമെന്ന് നിർബന്ധമില്ല വിജയ്. കമ്പനിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിപ്പോ ഈ നിമിഷം അത് വേണ്ടെന്ന് വെക്കണം. അല്ലാതെ എനിക്ക് പകരം അവിടെ ഇരിക്കുന്ന ആളുടെ മുമ്പിൽ പോയി ഈഗോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. മമ്മി ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? വിജയ് എന്റെ ഭർത്താവാ. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ സംസാരിക്കാനുള്ള അവകാശം വിജയ്ക്കുണ്ട്. അത് മമ്മി നിഷേധിക്കണ്ട. വെറുതെ അല്ല ഏട്ടൻ ഏത് സമയവും മമ്മിക്കെതിരെ സംസാരിച്ചോണ്ടേ ഇരിക്കുന്നേ. ഇത്തരത്തിലല്ലേ മമ്മിയുടെ ചിന്തയും പ്രവൃത്തിയും. നിർത്തടി. അല്ല, എന്താ നിങ്ങളുടെയൊക്കെ ധാരണ? രാവിലെ തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കണോ എല്ലാരും കൂടി? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ അത് നടത്താനും ഈ പത്മയ്ക്ക് അറിയാം. ദേ, ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് വീട്ടിലൊരു ചർച്ചയില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടെങ്കിൽ ഈ വീട്ടിന് പുറത്തു പോയിട്ട്. മനസ്സിലായോ? എന്താ ഇത്? അല്ല, സൂര്യ സാറ് പറഞ്ഞതാ ആരതി ഒഴിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. ഇത്രയും നേരിടാൻ പോകുന്നതിന് മുമ്പ് ആത്മധൈര്യത്തിനുള്ള പൂജയായിരിക്കും. സാർ. ശരി സാർ. എന്താ പറഞ്ഞത്? മിത്രയെ നേരിടാൻ ആത്മധൈര്യത്തിനുള്ള പൂജ അല്ലേ? തെറ്റിപ്പോയല്ലോ പത്മ മാഡം.
ഈ പാടത്തെഴഞ്ഞു നടക്കുന്ന ഒട്ടും വിഷമില്ലാത്ത ഈ നീർക്കോലി പാമ്പില്ലേ, അതിലൊരെണ്ണം വന്ന് പത്മാ മേഡത്തിന്റെ പകരം ആ സീറ്റിൽ കയറിയിരുന്നാല് അതിനെ ഞാനങ്ങ് പേടിക്കുമെന്ന് കരുതിയോ? സൂര്യയെ ആൺകുട്ടിയാ, ആരാണ് പേടിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇന്ന് തന്നെ ബോധ്യപ്പെടുത്തി തരാം. രാജോട്ടാ, ആ നന്ദിനി വാ. എന്തിനാ സർ? താനൊന്നും ഇങ്ങോട്ട് വന്നേ, എവിടേക്ക് വാ. മാറ്റം നല്ലതല്ലേ? ഇന്നു മുതൽ കമ്പനിയിൽ എന്റെ സീറ്റിൽ ഇരിക്കാൻ പോകുന്നത് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ നന്ദിനിയാണ്. സർ എന്താ ഇത്? നന്ദിനി, അടങ്ങി ഒതുങ്ങി നിൽക്കേ. അർഹതയുള്ള അംഗീകാരം നിനക്ക് ഈ കിട്ടുന്നത്. സകല പേയും പിശാചും ക്ഷുദ്രങ്ങളും ഇതോടെ ഇല്ലാതാവട്ടെ. രാജുവേട്ടാ, അച്ഛാ, ഞാനെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ആ യെസ്. നന്ദിനി, അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കേ. ഓ, മോളെ, നിനക്ക് വേണ്ടി ഇവൻ എടുക്കുന്ന തീരുമാനമൊക്കെ ശരിയാ. കൂടെ ചെല്ല്. അതൊന്നും വേണ്ട.